സാധനം ഉണ്ട്, പക്ഷെ അതിട്ടുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചുതരാം. അപ്പൂപ്പന് കിട്ടിയോ? അപ്പൂപ്പനല്ലല്ലോ, അത് കൊച്ചിൻ്റെ. നമ്മള് റെഡി ആയിട്ട് എങ്ങടെ പോവാ? ഓൾറെഡി പോകുമ്പോ നമ്മളെപ്പോഴും കവർ എടുക്കണം. ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചുമ്മാ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് മേടിക്കാനായിട്ട് പോകുമായിരുന്നു. ആൻഡ് അവിടുന്ന് നമുക്കൊരു ചെറിയൊരു ഔട്ടിങ്ങിന് പോകാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ചുമ്മാ അപ്പോൾ നിങ്ങളെയും കൂടി കൊണ്ടുപോകാമെന്ന്. അങ്ങനെ നമുക്ക് ഇന്ന് ആദ്യം ചെയ്യാനുള്ളത്, നമുക്ക് ഓൾറെഡി പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികളാണ് മെയിനായിട്ട്. ആൻഡ് അവിടുന്ന് നമുക്ക് കുറച്ചൊരു ചെറിയ ഷോപ്പിംഗാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ അവിടുന്ന് നമുക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. മെയിനായിട്ട് പച്ചക്കറിയും സാധനങ്ങളുമാണ്. അപ്പോഴാണ് ഞങ്ങൾ അവിടെ പായ സ്പോട്ട് ചെയ്തത്. കറക്റ്റ് നമ്മുടെ പായാൽ എത്ര രൂപയാണോ? $19 ഒരു പായയ്ക്ക്. പിന്നെ ഞാൻ അവിടുന്ന് ഒരു സെൻറ്റഡ് ക്യാൻഡിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. അതിന് ഭയങ്കര കുത്തുള്ളൊരു മണമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ലായിരുന്നു. ഭയങ്കര കുത്തായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ല് ചെയ്ത് ഞങ്ങളുടെ ഈ ഷോപ്പിംഗ് പരിപാടി അവസാനിപ്പിച്ചു. നമ്മുടെ കാർത്തിക് ഗൈസ് ക്യാമറ കൊണ്ട് അലേർട്ട് ഇട്ടിരിക്കണോ? ഇനി നമ്മളെങ്ങടെ പോകുന്ന? അതെവിടെയാണത്? എൻ്റെ അപ്പോ എന്തൊക്കെ കേട്ടാലേ. ഒന്ന് അവിടെ വരെ എത്ത്. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടുന്ന് നേരെ ഒരു വാട്ടർഫോൾസ് അല്ലല്ലോ, എന്തായാലും ആ സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? 15 മിനിറ്റ് ഉള്ളൂ. 15 മിനിറ്റ് ഉള്ളൂ ഗൈസ്. നമ്മൾ വേഗം എത്തും. ഈ വെയിലൊക്കെ കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് അവിടേക്ക് പോവാണ്. ഇവിടെ ഒരു സാധനമുണ്ട്, ഈ സാധനമുണ്ട്, പക്ഷെ അതിട്ടുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചുതരാം. എനിക്ക് ഇങ്ങനെയാണ് ഗൈസ് ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ അത് ഇടുന്നതിൽ പ്രത്യേകിച്ച് പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് ഉപയോഗകരമല്ലാത്തതിനാൽ ഞാൻ വെയിലും കൊണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് ഈ ഒരു സ്പോട്ടിലേക്കായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ സ്നോ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സമ്മറിലേക്ക് അങ്ങനെ കടക്കുന്ന സമയത്ത് പച്ചപ്പൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. ആൻഡ് ഓൾസോ നമ്മൾ പോയത് കുറച്ച് വെയിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഇവിടെ സമ്മറൊക്കെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് പിക്നിക്കിനും കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് വന്നൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നൊരു ടൈമിലാണ് നമ്മളും പോയത്. വാ, നമുക്ക് അങ്ങോട്ട് പോയാലോ? കിട്ടിയില്ല. അപ്പൂപ്പന് കിട്ടിയോ?
അവനല്ലല്ലോ, അത് കൊച്ചിൻ്റെ. അവന് വെട്ടിട്ടാ, അവന് വെട്ടിയില്ല. പക്ഷേ ഇതിനിടയിൽ അവിടെ കുറേ പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ നിറയെ അവിടെ ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം അവരെയൊക്കെ കമൻ്റ് അടിച്ച് അവരുടെ ഫുഡിനെയൊക്കെ ഞങ്ങൾ വിലയിരുത്തി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ചുമ്മാ ഒന്നും ചെയ്യാതെ ചില്ല് ചെയ്തിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോരാനുള്ളൊരു പരിപാടിയിലായിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് നമുക്ക് കുറേ അധികം പണികൾ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു. എന്താണ് ഇന്നത്തെ ഒരു ദിവസത്തെ പറ്റി പറയാനുള്ളത്? നൈസ് ഡേ ആയിരുന്നോ? ഇതിലേക്ക് നോക്കി പറയോ? How was ഇന്നത്തെ ഡേ? നൈസ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ പിന്നെയും കാണാം. ബൈ ബൈ.